മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന വാക്യവചനങ്ങൾ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചുകൊണ്ട് നസ്രത്തിലെ പള്ളിയിൽ കർത്താവ് വായിച്ച് വ്യാഖ്യാനിച്ച യെശയ്യാ പ്രവചനം 61-ാം അധ്യായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നെ അനുഗമിക്കുന്നവരുടെ ഭാഗ്യകരമായ അവസ്ഥയെ വിവരിക്കുന്നതാണ് ഈ ഭാഗ്യവചനങ്ങൾ എന്ന് നാം വിളിക്കുന്ന ഈ വാക്യങ്ങൾ. കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാനാണ് എന്ന് കർത്താവ് നസ്രത്തിലെ യഹൂദപ്പള്ളിയിൽ പ്രഖ്യാപിച്ചു. ആത്മാവിലെ ദാരിദ്ര്യം എന്നാൽ ആത്മീയ ദാരിദ്ര്യം എന്നല്ല അർത്ഥമാക്കുന്നത്. സങ്കീർത്തനം 42-ന്റെ 5-ാം വാക്യത്തിൽ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് സ്വയം സംബോധന ചെയ്യുന്ന പോലെയുള്ള ഒരു സ്വയബോധമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തുന്ന മനോഭാവമാണ് ഇത്. ദൈവിക നടത്തിപ്പും കരുതലുമില്ലാതെ തനിക്ക് ഒന്നും ആവില്ല എന്ന ബോധമാണ് ആത്മാവിലെ ദാരിദ്ര്യം. ദൈവത്തെ കൂടാതെ തൻ്റെ കഴിവും തന്നിലുള്ള നന്മയും ഒന്നിനും തികയുകയില്ല, ഞാൻ ഒന്നിനും പ്രാപ്തനല്ല എന്ന ബോധമാണ് ആത്മീയ ദാരിദ്ര്യം എന്ന അവസ്ഥ. നമ്മുടെ ആത്മരക്ഷ നാം സ്വന്തം കഴിവുകൊണ്ട് നേടുന്നത് അല്ല എന്ന് മാത്രമല്ല, ആത്മീയ പക്വതയിലേക്ക് വളരാൻ ദൈവകൃപ അനുനിമിഷം അധികമായി പ്രാപിക്കേണ്ടതുണ്ട് എന്ന ബോധമാണ് ആത്മീയ ദാരിദ്ര്യം. ചുരുക്കി പറഞ്ഞാൽ, നാം ഇപ്പോൾ എത്തിപ്പിടിച്ചു എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ആത്മീയ അവസ്ഥയിലും ഉപരിയായി ഇനിയും ദൈവത്തിൽ നിന്ന് ഒരുപാട് പ്രാപിക്കാനുണ്ട് എന്ന ബോധമാണ് ഇത്. പക്ഷേ ഇവിടെ വ്യക്തമാകുന്ന ഒരു വൈരുദ്ധ്യം ശ്രദ്ധിക്കുക. ഭൗതികമായി ദരിദ്രരായവരെ പോലെ അശക്തരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരോ അല്ല ആത്മാവിൽ ദരിദ്രരായവർ. അവർ ശക്തരാണ്, അവകാശങ്ങളുള്ളവരാണ്. കാരണം കർത്താവ് തുടർന്ന് പറഞ്ഞു, ദൈവരാജ്യം അവർക്കുള്ളതാണ് എന്ന്. കർത്താവിനെ അനുഗമിക്കുന്നവരുടെ അന്തരംഗത്തിൽ ദൈവം രാജാവായി വാഴുന്നതിനാൽ അവർ ദൈവരാജ്യത്തിലാണ്. അതേസമയം ദൈവരാജ്യം പൂർണ്ണാവസ്ഥയിൽ സ്ഥാപിതമാകുമ്പോൾ അതിൽ പങ്കാളികളാകുവാൻ കാത്തിരിക്കുന്നവരാണ് അവർ. വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഒരു ദിവസം ലോകരാജ്യത്വം നമ്മുടെ കർത്താവിൻ്റെതായി തീരുന്ന സമയത്ത് അതിൽ പങ്കാളികളാകുവാൻ ഇന്ന് കാത്തിരിക്കുന്നവരാണ് ഇന്ന് ആത്മാവിൽ ദരിദ്രരായവർ. എളിമയോടെ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ദൈവത്തെ ആശ്രയിച്ച് കഴിയുന്നവരുടേതാണ് ദൈവരാജ്യം. സ്വയം തികഞ്ഞവരല്ലെങ്കിലും ദൈവത്തിൽ ധന്യരാണ് അവർ. അതുകൊണ്ട് എപ്പോഴും സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.